പട്ടാപ്പകൽ തൊഴിലിടത്തിൽ ഒരു പെൺകുട്ടി നേരിടേണ്ടി വന്ന ബലാത്സംഗം. കൊച്ചിയിൽ വിദേശ വനിതയ്ക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം. ലഹരിയുടെ നീരാളിപ്പിടുത്തം. ഇക്കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ നാടും നഗരവും ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങൾ പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ക്രൈം വാച്ചിലേക്ക്. ഗുണ്ടകൾ സധൈര്യം വിലസുന്ന നാടുകളിലൊന്നായി കേരളം മാറിയിട്ടുണ്ടെന്ന് തെളിയിക്കുന്നതാണ് പത്തനംതിട്ടയിലെ സംഭവം. എത്ര കേസുകളിൽ പെട്ടാലും അനായാസം പുറത്തിറങ്ങി മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഈ പ്രതികൾ ഏർപ്പെടുന്നതും സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞു. പത്തനംതിട്ടയിൽ ഗുണ്ടാപിരിവ് ചോദിച്ചെത്തി അത് നൽകാത്തതിന്റെ പേരിൽ ഒരു യുവതിയെ കൂട്ടമായി ബലാത്സംഗം ചെയ്ത സംഭവം അക്ഷരാർത്ഥത്തിൽ മലയാളികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. വാർത്തയോടൊപ്പം തന്നെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇക്കഴിഞ്ഞ 6-ാം തീയതി പത്തനംതിട്ട തിരുവല്ലയിലെ സ്പായിൽ നിന്നും വന്നത്. ഫെബ്രുവരി 1 നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണിവ. മരണം സുബിൻ എന്ന വട്ടപ്പേരുള്ള സുബിൻ അലക്സാണ്ടറും 5 കൂട്ടാളികളുമാണ് തിരുവല്ലയിലെ സ്പായിൽ കയറി ജീവനക്കാരികളെ ബലാത്സംഗം ചെയ്തത്. ഗുണ്ടാപിരിവ് കൊടുക്കാതിരുന്നതോടെയായിരുന്നു ബലാത്സംഗം. ജീവനക്കാരിയെ മുറിയിലേക്ക് കയറ്റി ബലാത്സംഗം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് തിരുവല്ല പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത്. കഴുത്തിൽ കത്തിവെച്ചായിരുന്നു ബലാത്സംഗം. ഈ ദൃശ്യം സെൽഫിയായും എടുത്തു. അക്രമം തടഞ്ഞ യുവതിയുടെ മുഖത്തും ശരീരത്തും അടിച്ചു. സ്പായിൽ വന്ന ഒരു കസ്റ്റമറെ യുവതിക്കൊപ്പം കിടത്തി വീഡിയോയിൽ പകർത്തി. കസ്റ്റമറെ ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തി 2500 രൂപ വാങ്ങുകയും ചെയ്തുവെന്നും എഫ്ഐആറിലുണ്ട്. യുവതിയെ ഭിത്തിയിൽ ചേർത്തു നിർത്തി അതിക്രമം നടത്തുന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തുവന്നത്. പ്രതികളെ ഭയന്ന യുവതികൾ പരാതിപ്പെടാൻ തയ്യാറായിരുന്നില്ല. പോലീസ് സംഭവം അറിഞ്ഞ് അന്വേഷിക്കുകയും എസ്പിയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കുകയുമായിരുന്നു. കേസിൽ മൊത്തം 6 പ്രതികളാണുള്ളത്. കേസിൽ കൂടുതൽ പേർ പ്രതികളായേക്കുമെന്നും പോലീസ് സംശയിക്കുന്നു. സ്പായിലെ അതിക്രൂര പീഡനത്തിന് സഹപ്രവർത്തകയും ഒത്താശ ചെയ്തെന്ന് അതിജീവിത നേരത്തെ ആരോപിച്ചിരുന്നു. അതേസമയം പോലീസിന് വീഴ്ച സംഭവിച്ചതായും വിവിധ കോണുകളിൽ നിന്നും ആരോപണമുയർന്നു. പോലീസുകാർക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി നടപടിയെടുക്കുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കി. കേരള പോലീസ് വളരെ ഗൗരവത്തോടെ എടുക്കുന്നതാണ്. ഇതുപോലത്തുള്ള സംഭവങ്ങളിൽ വളരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തിരുവല്ല സംഭവത്തിന് അതിന് എത്രയും പെട്ടെന്ന് പ്രതികൾ അറസ്റ്റ് ചെയ്യുക, അവർക്കെതിരായിട്ടുള്ള കർശനമായ നടപടി സ്വീകരിക്കുന്നതാണ്. അതുപോലെ ആരെങ്കിലും ഒരു ഇതിൽ എന്തെങ്കിലും ബ്ലാക്ക് ഷീപ്സ് ഉണ്ടെങ്കിൽ അവർക്കെതിരായിട്ടുള്ള വളരെ കർശനമായ നടപടി ഉണ്ടാവുമെന്ന് ഉറപ്പാക്കും. പോലീസുകാരുടെ ഇൻവോൾവ്മെന്റ് നമ്മൾ സംശയിക്കുന്നുണ്ടോ? മറ്റ് സ്പാ നടത്തിപ്പുകളുടെ കാര്യത്തിൽ നമ്മൾ പരിശോധന സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട് ആരെങ്കിലും ബ്ലാക്ക് ഷീപ്സ് ഉണ്ടെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവർക്കെതിരായിട്ടുള്ള കർശന നടപടി ഉണ്ടാവും. ഇതിൽ വളരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാവുന്നതാണ് അതിലേക്ക്. അതുപോലെ തന്നെ എവിടെയെങ്കിലും ഗുണ്ടാ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കെതിരായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ളതും കർശനമായ നടപടി സ്വീകരിക്കാം. മലയാളം ന്യൂസ്, പത്തനംതിട്ട. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ പ്രവർത്തിക്കുന്ന അനധികൃത സ്പാകൾക്ക് വിലങ്ങിടാൻ കോർപ്പറേഷൻ നടപടികൾ ആരംഭിച്ചു. തലസ്ഥാനത്തുള്ള 137 സ്പാ വെൽനസ് കേന്ദ്രങ്ങളിൽ 17 എണ്ണം പ്രവർത്തിക്കുന്നത് കോർപ്പറേഷന്റെ ലൈസൻസ് ഇല്ലാതെയെന്നും കണ്ടെത്തലുണ്ട്. കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗത്തിന്റെ നടപടികൾ തുടരുകയാണ്. അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാകൾക്കെതിരെ തിരുവനന്തപുരം നഗരസഭ ശക്തമായ നിലപാടെടുത്ത് കൂടുതൽ പരിശോധനകൾ നടത്തിവരുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. തിരുവനന്തപുരത്ത് നഗരമധ്യത്തിൽ സ്റ്റാച്യുവിൽ നടന്ന ഒരു പ്രശ്നത്തെ തുടർന്നാണ് സ്പായ്ക്കെതിരെ നടപടി സ്വീകരിച്ച് ആദ്യം തുടക്കമിട്ടത്. സ്പർശൻ വെൽനസ് കെയർ എന്ന സ്പായ്ക്കെതിരെയാണ് കൂടുതൽ നടപടികളുണ്ടായത്. സ്പാ അടച്ചുപൂട്ടുന്ന സാഹചര്യമുണ്ടായിരുന്നു. BJP നേതാവ് കൂടിയായ, അതായത് BJP ന്യൂനപക്ഷ മോർച്ച നേതാവായ ഷൈൻലാലിൻ്റെ പിതാവിൻ്റെ പേരിലുള്ള സ്പായാണ് അടച്ചുപൂട്ടിയത്. സ്പായുടെ ഒരു ഭാഗത്തിന് പ്രത്യേക അനുമതിയില്ലായിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. സ്പായ്ക്കുള്ളിൽ ക്രോസ് മസാജിങ് അടക്കം നടക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. ആ സ്പായ്ക്കെതിരെ ഒരു പരാതി വന്നതിനെ തുടർന്നാണ് മേയർ VV രാജേഷ് നടപടി സ്വീകരിക്കാൻ ഉത്തരവിട്ടത്. ആരോഗ്യ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള, അതായത് നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിൻ്റെ പ്രവർത്തകരാണ് ഇതിനെതിരെ പരിശോധന നടത്തി കൃത്യമായി നടപടി സ്വീകരിച്ചത്. ഈ സ്പായിലേക്ക് ജോലിക്കായി എത്തിയ, അതായത് അഭിമുഖത്തിനെത്തിയ യുവതിയോട് മാനേജർ മോശമായി പെരുമാറിയതും ഫോട്ടോ ചോദിച്ചടക്കമുള്ള പ്രശ്നങ്ങൾ തുടർന്നു. അതിനെ തുടർന്നാണ് ഈ പരാതി നേരിട്ട് VV രാജേഷിന് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത്. യുവതി പോലീസിൽ പരാതി നൽകിയിട്ടില്ല. അതിനുശേഷം മറ്റു സ്പാകൾ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നുള്ള തീരുമാനമുണ്ടായി. ആയുഷിൻ്റെ കീഴിലുള്ള കോഴ്സുകൾ പൂർത്തിയാക്കിയവർക്ക് മാത്രം സ്പാകൾക്ക് ലൈസൻസ് നൽകിയാൽ മതി എന്ന തീരുമാനമായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനി പുരോഗമിക്കും. ഏതായാലും തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്തു നിന്നും കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. 120
20 സ്പാകളാണ് നിയമാനുസൃതമായി ഇവിടെ നടക്കുന്നത്. തലസ്ഥാന നഗരത്തിനോട് പരിധിയിൽ തന്നെ 17 സ്പാകൾ അല്ലാതെ അത് കൃത്യമായ ലൈസൻസോടുകൂടി അല്ലാതെ പ്രവർത്തിക്കുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനായി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ചർച്ചയുണ്ടാകും, അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കും. ഇനി സ്പാകൾക്കുള്ളിൽ ക്രോസ് മസാജിങ് നടക്കുന്നുണ്ടോ, അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിശോധിക്കും. കൂടുതൽ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞു വരികയാണ്. അതിൽ കൂടുതൽ പരിശോധന നടത്താനായി ഈ തലസ്ഥാനത്തെ നഗരസഭ തീരുമാനമെടുത്തിട്ടുണ്ട്. ഏതായാലും കൃത്യമായ നടപടികൾ സ്വീകരിക്കും. മുഖം നോക്കാതെയുള്ള നടപടിയാകും എന്നാണ് വി രാജേഷ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഇപ്പോൾ നടന്നു വരികയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ്സ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങി നിരവധി ലോക പ്രശസ്തരുടെ പേരടങ്ങിയ എപ്സ്റ്റീൻ ഫയൽസ്. ശതകോടീശ്വരനായി വളർന്ന ഒടുവിൽ ലൈംഗിക കുറ്റവാളിയായി മൺമറഞ്ഞ അമേരിക്കയിലെ വിവാദ വ്യവസായി ജെഫ്രി എപ്സ്റ്റീനും എപ്സ്റ്റീൻ ഫയൽസും ഒളിപ്പിക്കുന്ന നിഗൂഢതകളെന്ത് നോക്കാം. ജെഫ്രി എഡ്വേർഡ് എപ്സ്റ്റൺ, ഇതാണ് ആഗോളതലത്തിൽ ചർച്ച ചെയ്യുന്ന ശതകോടീശ്വരനായി മാറി പിന്നീട് ലൈംഗിക കുറ്റവാളിയായി അറിയപ്പെട്ട അമേരിക്കൻ വ്യവസായിയുടെ പൂർണ്ണനാമം. ജനുവരി 20, 1953 US-ലെ ന്യൂയോർക്കിൽ ജനിച്ച ജെഫ്രി 66-ാം വയസ്സിൽ 2019 ഓഗസ്റ്റ് 10 മരണപ്പെട്ടതാണ് റിപ്പോർട്ട്. 2008 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക തൊഴിലിന് പ്രേരിപ്പിച്ചുവെന്ന കുറ്റസമ്മതത്തോടെയാണ് ആദ്യമായി അറസ്റ്റിലാകുന്നത്. പ്രായപൂർത്തിയാകാത്തവരെ ലൈംഗിക ആവശ്യങ്ങൾക്കായി കടത്തി എന്ന കുറ്റത്തിനായിരുന്നു രണ്ടാമത്തെ അറസ്റ്റ്. ഈ കേസിന്റെ വിചാരണ കാലയളവിലാണ് ന്യൂയോർക്കിലെ മെട്രോപൊളിറ്റൻ കറക്ഷൻ സെന്ററിൽ ജീവനൊടുക്കിയ നിലയിൽ ജെഫ്രിയെ കണ്ടെത്തിയത്. എങ്കിലും ജെഫ്രിയുടെ മറ്റെല്ലാ കാര്യങ്ങളെ പോലെ തന്നെ മരണത്തിലും ദുരൂഹതകളേറെയാണ്. യാതൊരു ബിരുദവുമില്ലാതെ ഡാൾട്ടൺ സ്കൂളിൽ ഒരു അധ്യാപകനായി പ്രൊഫഷണൽ കരിയർ ആരംഭിച്ച മുതൽക്കേ ജെഫ്രിയുടെ ജീവിതം സംശയങ്ങൾ നിറഞ്ഞതായിരുന്നു. അത്തരത്തിൽ പല രീതികളിലും പടുത്തുയർത്തിയത് വമ്പൻ സാമ്രാജ്യങ്ങൾ, ലോക പ്രശസ്തി, കോടീശ്വരന്മാർ ഉൾപ്പെടെയുള്ള സൗഹൃദ വലയം. ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും ക്രൂരനായ ലൈംഗിക കുറ്റവാളി എന്ന് വിശേഷിക്കപ്പെടുന്ന എപ്സ്റ്റീൻ കുറ്റകൃത്യങ്ങൾ ചെയ്തു കൂട്ടിയ ഒരു താവളമുണ്ട്, ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന ദ്വീപ്. എപ്സ്റ്റീൻ ഐലൻഡ് എന്നും വിളിക്കപ്പെടും. കരീബിയൻ സമുദ്രത്തിലെ US വെർജിൻ ദ്വീപുകളിലെ ഉൾപ്പെട്ടതാണ് ലിറ്റിൽ സെന്റ് ജെയിംസ്. 1998 $80 ലക്ഷം നൽകിയാണ് ജെഫ്രി എപ്സ്റ്റീൻ ഈ ദ്വീപ് സ്വന്തമാക്കുന്നത്. സ്വകാര്യ വിമാനത്തിൽ പ്രമുഖരെയും സമ്പന്നരെയും യുവതികളെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും ഇവിടെ എത്തിക്കും. അവരെ ക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കും. പലർക്കും അവരെ കാഴ്ചവെക്കും. അതിനാൽ പീഡോഫൈൽ ദ്വീപെന്നും പാപികളുടെ ദ്വീപെന്നുമൊക്കെ ഇതിന് പേരുണ്ട്. ജെഫ്രി എപ്സ്റ്റീനെ പറയുമ്പോൾ ചേർത്ത് നിർത്തേണ്ട മറ്റൊരു പേര് കൂടിയുണ്ട്, ഗിലെൻ മാക്സ്വെൽ, ജെഫ്രിയുടെ അന്നത്തെ കാമുകി. ജെഫ്രി ചെയ്ത പല കുറ്റകൃത്യങ്ങളിലും ഇവർ പങ്കാളിയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇനി എന്താണ് എപ്സ്റ്റീൻ ഫയൽസ്? എങ്ങനെയാണ് സാധാരണക്കാരനായ നമുക്ക് അതിലെ വിവരങ്ങൾ ലഭിക്കുക? ജെഫ്രി എപ്സ്റ്റീൻ എന്ന കുറ്റവാളിയെക്കുറിച്ച് അന്വേഷണ ഏജൻസികൾ ശേഖരിച്ച രേഖകളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. 30 ലക്ഷത്തിലേറെ പേജുകൾ, 2000-ലധികം വീഡിയോകളും 2 ലക്ഷത്തോളം ഫോട്ടോകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. രേഖകളിൽ പരാമർശിക്കപ്പെടുന്നവരിൽ ഭൂരിഭാഗവും ലോക നേതാക്കളും ഹോളിവുഡ് താരങ്ങളും പ്രമുഖരും ശതകോടീശ്വരന്മാരും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, എക്സ് ഉടമ ഇലോൺ മസ്ക്, മെറ്റാ മേധാവി മാർക്ക് സുക്കർബർഗ്, ആത്മീയ നേതാവ് ദലൈ ലാമ, ബിൽ ഗേറ്റ്സ്, സ്റ്റീഫൻ ഹോക്കിംഗ്സ്, ബ്രിട്ടീഷ് രാജകുടുംബാംഗം ആൻഡ്രോ രാജകുമാരൻ, മൈക്കൽ ജാക്സൺ, ഹോളിവുഡ് നിർമ്മാതാവ് ഹാർവേ വെയിൻസ്റ്റൈൻ, ഇന്ത്യൻ അമേരിക്കൻ എഴുത്തുകാരൻ ദീപക് ചോപ്ര, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അനിൽ അംബാനി എന്നിങ്ങനെ നീളുന്നു പട്ടിക. തന്റെ ഉപദേശം സ്വീകരിച്ചെന്നാണ് മോദിയെ സംബന്ധിച്ചുള്ള ഇമെയിൽ. ഇറ്റ് വർക്ക്ഡ് എന്നാണ് പരാമർശം. ഡൊണാൾഡ് ട്രംപുമായി പിണങ്ങിപ്പിരിഞ്ഞ മസ്ക് ഉന്നയിച്ച ഒരു ആരോപണമാണ് എപ്സ്റ്റീൻ ഫയൽസിനെ വിവാദമാക്കിയത്. എപ്സ്റ്റീൻ നടത്തിയ ബാലപീഡനങ്ങളിൽ ട്രംപിന് പങ്കുണ്ടെന്നായിരുന്നു മസ്ക് പറഞ്ഞത്. പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കാലത്ത് എപ്സ്റ്റീൻ ഫയൽസ് പുറത്തുവിടുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നുവെങ്കിലും അതുണ്ടായില്ല. എന്നാൽ മസ്ക് തൊടുത്തുവിട്ട ആരോപണം പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് ഏറ്റെടുത്തു. പിന്നാലെയാണ് സമ്മർദ്ദങ്ങൾക്കൊടുവിൽ 2025 നവംബറിൽ US ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട് പാസാക്കിയത്. സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ രേഖകളും പുറത്തുവിട്ടു. ജെമെയിൽ എന്ന വെബ്സൈറ്റിലും US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിലും എപ്സ്റ്റീൻ ലൈബ്രറിയിലും ഒക്കെ വിവരങ്ങൾ ലഭിക്കും. എന്നാൽ മിക്ക വിവരങ്ങളും തിരുത്തൽ വരുത്തിയതാണ്. അതിൽ ഇനിയും പുറത്തുവിടേണ്ട പല വിവരങ്ങളുണ്ടെന്നാണ് വിവരം. പുറത്തുവന്ന വിവരങ്ങൾ സാധാരണ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ ഭയാനകമാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും പ്രബലമായ രാജ്യം എന്നറിയപ്പെടുന്ന അമേരിക്കയ്ക്ക് എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ വ്യക്തത വരുത്തേണ്ട കടമയുണ്ട്.
അത് അറിയാനുള്ള അവകാശം സാധാരണക്കാർക്കും. ദുരൂഹമായി നിൽക്കേണ്ട ഒന്നല്ല ജെഫ്രി എപ്സ്റ്റീനും എപ്സ്റ്റീൻ ഫയൽസും. ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്ന കേരളത്തിൽ വിദേശികൾക്കുണ്ടാകുന്ന ദുരനുഭവങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കൊച്ചി ബിനാലെ കലാകാരി കൂടിയായ വിദേശ വനിതയ്ക്കാണ് ദുരനുഭവമുണ്ടായത്. നവി മുംബൈ സ്വദേശിയായ സുമിത് എന്നയാൾക്കെതിരെ യുവതി ഇമെയിൽ മുഖാന്തരം SP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു. കൊച്ചി ബിനാലെ കലാകാരിയായ വിദേശ വനിതയ്ക്കെതിരെയാണ് ലൈംഗികാതിക്രമം ഉണ്ടായിട്ടുള്ളത്. തായ്വാൻ സ്വദേശിനിയായ വനിതയുടെ പരാതിയിൽ നവി മുംബൈ സ്വദേശിയായ സുമിത് എന്ന ആൾക്കെതിരെയാണ് നിലവിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഈ ബിനാലെ സമയത്ത് ഈ പെൺകുട്ടിയെ ഇയാൾ മദ്യപാനത്തിന് ക്ഷണിക്കുന്നു. എന്നാൽ ആ ക്ഷണം ഈ യുവതി നിരസിക്കുകയായിരുന്നു. തുടർന്ന് ആഡംബര കപ്പലിൽ തനിക്കൊപ്പം യാത്ര ചെയ്യണമെന്നൊരാവശ്യം ഇയാൾ പറയുന്നു. ഈ ക്ഷണം സ്വീകരിച്ച് ഈ യുവതി ഇയാൾക്കൊപ്പം ആഡംബര കപ്പലിൽ യാത്ര ചെയ്യുന്നു. ഇതിനിടയിലാണ് യുവതിക്കെതിരെ ഇയാൾ ലൈംഗികാതിക്രമം നടത്തുന്നത്. ഈ ലൈംഗികാതിക്രമം നടന്നതിന് ശേഷം ഈ യുവതി നാട്ടിലെത്തുന്നു. നാട്ടിലെത്തിയ ശേഷം SP-ക്ക് ഇമെയിൽ മുഖാന്തരം ഈ വനിത പരാതി നൽകുകയായിരുന്നു. ഇമെയിൽ ശ്രദ്ധയിൽപ്പെട്ട SP സംഭവവുമായി ബന്ധപ്പെട്ട് ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പരാതി കൈമാറുകയാണ്. നിലവിൽ ഫോർട്ട് കൊച്ചി പോലീസാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഈ കേസിലെ പ്രതി ആരോപണം നേരിടുന്നയാൾ നവി മുംബൈ സ്വദേശിയാണ്. സുമിത് എന്നാണ് ഇയാളുടെ പേര്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു കേസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. നിലവിൽ അതിൻ്റെ അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചേർത്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നിലവിൽ പുരോഗമിക്കുന്നത്. ഒരു വിദേശ വനിതയാണ്. അതോടൊപ്പം തന്നെ ബിനാലയിൽ നിരവധി വേദികളിൽ സജീവമായി ഉണ്ടായിരുന്ന ഒരു വനിത കൂടിയായ കലാകാരിക്കാണ് നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ ഇത്രയും ദാരുണമായ ഒരു അനുഭവം നേരിടേണ്ടി വന്നത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുത്ത് അതിൻ്റെ അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. ഇയാൾക്ക് നോട്ടീസ് നൽകാനും അതോടൊപ്പം തന്നെ മറ്റു നിയമ നടപടികളെല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർന്നു വരികയാണ്. ഫോർട്ട് കൊച്ചി പോലീസാണ് സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പുരോഗമിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പു എന്ന രേഷ്മ ജീവനൊടുക്കിയ സംഭവത്തിൽ ദുരൂഹതകൾ ഏറെയാണ്. മറ്റുള്ളവരെ സ്വാധീനിക്കുന്നവർക്ക് സ്വന്തം ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉറച്ച തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലേ എന്ന ചോദ്യമാണ് സമൂഹത്തിൽ ഉയരുന്നത്. ഇൻസ്റ്റഗ്രാമിൽ 2 ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള ചിന്നു പാപ്പു എന്ന രേഷ്മയെ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞാണ് കാസർഗോഡ് കുഡ്ലു ആസാദ് നഗറിലെ വാടക വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. പ്രണയവിവാഹമായിരുന്നു രേഷ്മയുടേത്. ഈ ബന്ധത്തിൽ 4 വയസ്സുള്ള ഒരു മകനുണ്ട്. അടുത്തിടെയാണ് വിവാഹബന്ധം നിയമപരമായി വേർപിരിഞ്ഞത്. അതിനുശേഷം സന്ദേശ് എന്ന ആൺ സുഹൃത്തിനൊപ്പമാണ് രേഷ്മ ഈ വാടക വീട്ടിൽ താമസിച്ചിരുന്നത്. രേഷ്മ ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ ഭാഗമായി സന്ദേശിനെ കാസർഗോഡ് ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ സംശയകരമായി തെളിവൊന്നും കണ്ടെത്താത്തതിനെ തുടർന്ന് സന്ദേശിനെ പോലീസ് വിട്ടയച്ചു. രേഷ്മയുടെയും സന്ദേശിന്റെയും മൊബൈൽ ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇരു ഫോണുകളും സൈബർ പരിശോധനയ്ക്ക് വിധേയമാക്കും. മകളുടെ മരണത്തിൽ ആൺ സുഹൃത്തിനെയാണ് കുടുംബം സംശയിക്കുന്നത്. രേഷ്മ ജീവനൊടുക്കാൻ സന്ദേശ് ഏതെങ്കിലും തരത്തിൽ പ്രേരിപ്പിച്ചോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനും പോലീസ് ശ്രമിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള രേഷ്മയുടെ പ്രൊമോഷൻ വീഡിയോകളുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങളും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. മുള്ളേരിയ കാസർഗോഡൻ ഭാഷ ഉപയോഗിച്ചാണ് ചിന്നു പാപ്പു എന്ന 25-കാരി സോഷ്യൽ മീഡിയയിൽ ജനശ്രദ്ധ നേടിയത്. 5 വർഷത്തോളമായി കന്നഡ, മലയാളം, തുളു ചേർന്ന സ്വരത്തിൽ സംസാരിച്ച് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയകളിൽ വീഡിയോകൾ ഇറക്കിയിരുന്നു. പ്രധാനമായും നാടൻ ഭക്ഷണമുണ്ടാക്കലായിരുന്നു വീഡിയോകളുടെ ഉള്ളടക്കം. പല സ്ഥാപനങ്ങളുടെയും പരസ്യ വീഡിയോകളും ചിന്നു പാപ്പു ചെയ്തിരുന്നു. സി മലയാളം ന്യൂസ്, കാസർഗോഡ്. ഒപ്പം ജീവിക്കുന്നവരെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാലം. വൈരാഗ്യം തോന്നിയാൽ മക്കളെന്നോ ഭാര്യയെന്നോ പോലും പരിഗണിക്കാതെ ആസൂത്രണത്തോടെ കൊലപ്പെടുത്താൻ മടിക്കാത്തവർ. പത്തനംതിട്ടയിൽ ഭാര്യയോടുള്ള സംശയത്തിന്റെ പേരിൽ വീടിന് തീയിട്ട സംഭവത്തിൽ വീട്ടമ്മയും മക്കളും ഉൾപ്പെടെ 3 പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. പത്തനംതിട്ട വകയാർ കൊല്ലമ്പടിയിലാണ് സംശയത്തെ തുടർന്ന് ഭർത്താവ് വീടിന് തീയിട്ടതിന് പിന്നാലെ ഭാര്യയ്ക്ക് പൊള്ളലേറ്റത്. ജനുവരി 30 പുലർച്ചെ 1:30 സംഭവം. രജനിയുടെയും ഭർത്താവ് സിജുവിന്റെയും 2ാം വിവാഹമായിരുന്നു. വിവാഹശേഷം ഇരുവരും ഒരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്.
ഏറെക്കാലമായി ഇയാൾക്ക് ഭാര്യയ്ക്ക് മേൽ സംശയമുണ്ടായിരുന്നു. സംഭവം നടക്കുന്ന ദിവസം രാത്രി വീട്ടുകാർ ഉറങ്ങാൻ കിടന്നതായിരുന്നു. പിന്നാലെ എന്തോ ശബ്ദം കേട്ട് ഉണർന്നു. അപ്പോഴാണ് വീടിന് തീപിടിച്ച വിവരം മനസ്സിലാകുന്നത്. ഈ സമയം ഭർത്താവ് സിജുവിനെ കണ്ടില്ല. തുടർന്ന് മുറിയിലുണ്ടായ രജനിക്ക് ഗുരുതരമായി പൊള്ളലേൽക്കുകയായിരുന്നു. വീടിന്റെ ഇരുമ്പ് കഴുക്കോലിൽ തൂങ്ങി മുകളിൽ കയറി ഓടിളക്കി മാറ്റിയാണ് മക്കൾ രണ്ടുപേരും പുറത്തിറങ്ങിയത്. തുടർന്ന് നിലവിളി കേട്ട് ഓടിയെത്തിയ അയൽക്കാരുമായി ചേർന്ന് വാതിൽ വെട്ടിപ്പൊളിച്ച് വീട്ടമ്മയെ പുറത്തെത്തിക്കുകയായിരുന്നു. സമീപവാസികൾ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ കോന്നി പോലീസും ഫയർഫോഴ്സും ചേർന്ന് തീയണച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ രജനിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൃത്യത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതിയെ കോന്നി പോലീസ് പൂങ്കാവ് എന്ന സ്ഥലത്തു നിന്നും പിടികൂടുകയായിരുന്നു. ഭാര്യയോടുള്ള സംശയത്തെ തുടർന്നാണ് പെയിന്റിംഗ് തൊഴിലാളിയായ സിജു പെട്രോൾ ഉപയോഗിച്ച് വീടിന് തീയിട്ടത്. വീട്ടമ്മയും മക്കളും കിടന്നുറങ്ങിയ മുറിയിലേക്ക് പെട്രോൾ ഒഴിച്ച ശേഷം കതകിന് മുകളിലുള്ള വെന്റിലേഷനിലൂടെ തീപ്പന്തം എറിയുകയായിരുന്നു. വീടിന്റെ കതക് പുറത്തുനിന്നും പൂട്ടിയ ശേഷമാണ് പ്രതി വീടിന് തീയിട്ടത്. സംഭവത്തിൽ വീടിന്റെ ഒരു ഭാഗം മുഴുവൻ കത്തുകയും ചെയ്തിരുന്നു. സി മലയാളം ന്യൂസ്, പത്തനംതിട്ട. പാലക്കാട് കഞ്ചിക്കോട് ജ്യേഷ്ഠൻ അനുജനെ തല്ലിക്കൊന്നു. 35-കാരൻ ആർ ബാബുവാണ് കൊല്ലപ്പെട്ടത്. കേസിൽ സഹോദരൻ ആർ സതീഷിനെ വാളയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഞ്ചിക്കോട് വാട്ടർ ടാങ്ക് ജംഗ്ഷൻ പഴയ പോസ്റ്റ് ഓഫീസ് തെരുവിൽ താമസിക്കുന്ന 35-കാരൻ ആർ ബാബുവിനെ ഇന്നലെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിൽ ബാബുവിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ സംശയം തോന്നിയ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സഹോദരൻ സതീഷിനെ പിടികൂടിയത്. തമിഴ്നാട് സ്വദേശികളായ ബാബുവും കുടുംബവും കഴിഞ്ഞ 20 വർഷമായി കഞ്ചിക്കോടാണ് താമസം. സഹോദരങ്ങൾ തമ്മിലുള്ള വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. സി മലയാളം ന്യൂസ്, പാലക്കാട്. തിരുവനന്തപുരം കല്ലമ്പലത്ത് +2 വിദ്യാർത്ഥിയെ സഹപാഠികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. കല്ലമ്പലം KTCT സ്കൂളിലെ +2 കൊമേഴ്സ് വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട മാതാപിതാക്കളും സ്കൂൾ അധികൃതരും പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ആറ്റിങ്ങൽ ആലംകോട് കാവുന്നട MAR മൻസിലിൽ നൌഫിയയുടെ മകൻ സെയ്ദിലിക്കാണ് ക്രൂരമായി മർദ്ദനമേറ്റത്. സ്കൂളിലെ +1 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾ മർദ്ദിച്ചതായാണ് പരാതി. കഴിഞ്ഞ 22-ാം തീയതി സ്കൂളിലെ മോഡൽ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സൈദലിയെ +1 വിദ്യാർത്ഥികളായ 10ഓളം വരുന്ന വിദ്യാർത്ഥികൾ കൂട്ടമായി മർദ്ദിച്ചതായാണ് പരാതി. വിവരം മാതാവിനെ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് നൌഫിയ സ്കൂളിലെത്തിയ സൈദലിയെ സ്കൂൾ അധികൃതരുടെ സഹായത്തോടെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തോളലിനും കൈക്കും പൊട്ടലേൽക്കുകയും കഴുത്തിന് പരിക്കേൽക്കുകയും ചെയ്ത വിദ്യാർത്ഥി നിലവിൽ വട്ടപ്പാറ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് മാതാവ് സ്കൂൾ അധികൃതർക്കും കല്ലമ്പലം പോലീസും പരാതി നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട സ്കൂൾ അധികൃതരും പോലീസിൽ പരാതി നൽകി. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. മദ്യലഹരിയിൽ വാക്കുതർക്കമുണ്ടാവുകയും അത് കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് പതിവാവുകയാണ്. എറണാകുളം മൂവാറ്റുപുഴയിൽ പ്ലൈവുഡ് കമ്പനിയിലുണ്ടായ തർക്കത്തെ തുടർന്ന് ഇതര സംസ്ഥാന തൊഴിലാളി കൊല്ലപ്പെട്ടതാണ് ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവം. ഒറീസ സ്വദേശി രാകേഷ് ബെഹ്റയാണ് സഹപ്രവർത്തകന്റെ കുത്തേറ്റ് മരിച്ചത്. മൂവാറ്റുപുഴയിൽ പ്ലൈവുഡ് കമ്പനിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ മദ്യപിക്കുന്നതിനിടെ തർക്കമുണ്ടാവുകയും തുടർന്ന് കൊലപാതകത്തിലേക്ക് കലാശിക്കുകയുമായിരുന്നു. മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളി പൈനാപ്പിൾ സിറ്റിക്ക് സമീപം പ്രവർത്തിക്കുന്ന പൈൻവുഡ് പ്ലൈവുഡ് കമ്പനിയിൽ പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. മദ്യപാനത്തിനിടെ ഇവർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. കയ്യാങ്കളിയെ തുടർന്ന് ഒറീസ കേന്ദ്രപ്പാറ സ്വദേശി 26-കാരൻ രാകേഷ് ബെഹ്റയെ ഒപ്പം ജോലി ചെയ്തിരുന്ന ശരത് മാരാൻ കത്തി ഉപയോഗിച്ച് കുത്തിപ്പരിക്കേൽപ്പിച്ചു. ആക്സോ ബ്ലേഡ് കൊണ്ട് രാകേഷ് ബെഹ്റയുടെ നെഞ്ചിൽ 2 തവണയാണ് ഇയാൾ കുത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ രാകേഷ് ബെഹ്റയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും തുടർന്ന് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണം സംഭവിക്കുകയുമായിരുന്നു. പിടിയിലായ പ്രതി 36-കാരൻ ശരത് മാഹാറും ഒഡീഷ കേന്ദ്രപാറ സ്വദേശിയാണ്. സി മലയാളം ന്യൂസ്, കൊച്ചി. തലശ്ശേരിയെ ലഹരിക്കെണിയിൽ ആഴ്ത്താനുള്ള നീക്കം പൊളിച്ച് എക്സൈസ് സംഘം. ഇല്ലത്ത് താഴയിൽ വീട്ടിൽ നിന്നും ഹാഷിഷ് ഓയിൽ, മെത്താഫെറ്റമിൻ, കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുമായി യുവാവിനെ പിടികൂടി. വിപണിയിൽ 70,000 രൂപയോളം വില വരുന്ന ലഹരി വസ്തുക്കളാണ് പിടികൂടിയത്. ഇടപാടുകാരിലേക്കും അന്വേഷണം നടത്താനുള്ള ഒരുക്കത്തിലാണ് എക്സൈസ്.
തലശ്ശേരി മേഖലയിൽ പിടിമുറുക്കാനുള്ള ലഹരി മാഫിയയുടെ നീക്കം പൊളിച്ചിരിക്കുകയാണ് എക്സൈസ്. വീട് കേന്ദ്രീകരിച്ച് ലഹരി ഇടപാട് നടക്കുന്നുണ്ടെന്ന തലശ്ശേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ സുബിൻ രാജന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തലശ്ശേരി തിരുവങ്ങാട് വയലളത്തെ പവിത്രം വീട്ടിൽ എം.എൻ. റിനിലിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ലഹരി വസ്തുക്കൾ പിടികൂടിയത്. 135 ഗ്രാം കഞ്ചാവ്, 23 ഗ്രാം ഹാഷിഷ് ഓയിൽ, 9 ഗ്രാം മെത്താഫിറ്റമിൻ എന്നിവയും ലഹരി വസ്തുക്കൾ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോളിത്തീൻ കവറുകൾ, രാസലഹരി വസ്തുക്കൾ തൂക്കുന്നതിന് ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ത്രാസ്, രാസലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനുള്ള ഹ്യൂമിംഗ് പൈപ്പുകൾ എന്നിവയും പിടിച്ചെടുത്തു. യുവാക്കൾ അടക്കമുള്ളവർക്കാണ് വൻ വില ഈടാക്കി ലഹരി വസ്തുക്കൾ കൈമാറുന്നത്. ദിവസങ്ങളോളം വീടും പരിസരവും നിരീക്ഷിച്ച ശേഷമാണ് എക്സൈസ് സംഘം വീട്ടിലെത്തിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഷിബു കെ.സി, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ M.K. പ്രസന്ന, സിവിൽ എക്സൈസ് ഓഫീസർ P. പ്രയേഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. വിപണിയിൽ 30,000 രൂപ വില വരുന്ന മെത്താഫിറ്റമിൻ, 25,000 രൂപ വില വരുന്ന ഹാഷിഷ് ഓയിൽ, 15,000 രൂപ വില വരുന്ന കഞ്ചാവ് എന്നിവയാണ് പിടിച്ചെടുത്തത്. പ്രതിയുമായി ബന്ധമുള്ള ലഹരി സംഘത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും. തലശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സി മലയാളം ന്യൂസ്, കണ്ണൂർ. സ്വർണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുന്നതിനാൽ മോഷ്ടാക്കൾ പലയിടത്തും ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഇത് പോലീസിന്റെ ഔദ്യോഗിക മുന്നറിയിപ്പാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നും വേണ്ട മുൻകരുതലുകൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാർ പലപ്പോഴും അത് പാലിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈയിടെ പത്തനംതിട്ടയിലെ ഒരു വീട്ടിൽ സൂക്ഷിച്ച 55 പവൻ സ്വർണമാണ് തമിഴ്നാട് സ്വദേശികൾ കവർന്നത്. ജനുവരി 29 വ്യാഴാഴ്ച രാത്രിയിലാണ് പന്തളം സ്വദേശിയായ പ്രവാസിയുടെ വീട്ടിൽ നിന്നും 55 പവൻ സ്വർണം മോഷണം പോയത്. ബിജുനാഥിന്റെ മാതാവ് ഓമന പകൽ സമയങ്ങളിൽ മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കാറുള്ളത്. രാത്രികാലങ്ങളിൽ ഇവർ അടുത്തുള്ള മകന്റെ വീട്ടിലാണ് ഉറങ്ങുന്നത്. ഈ സാഹചര്യം മുതലെടുത്തായിരുന്നു മോഷണം. അടുത്ത ദിവസം രാവിലെ ഓമന വീട്ടിലെത്തിയപ്പോഴാണ് മുൻവാതിൽ തകർത്ത നിലയിൽ കണ്ടത്. അകത്തുകയറി പരിശോധിച്ചപ്പോൾ കിടപ്പുമുറിയിലെ അലമാര കുത്തി തുറന്നതായും അതിലുണ്ടായിരുന്ന സ്വർണം നഷ്ടപ്പെട്ടതായും മനസ്സിലാക്കി. വിദേശത്തുള്ള മരുമകളുടെ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. തുടർന്ന് പന്തളം പോലീസിൽ വിവരമറിയിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. വീട്ടിൽ CCTV ക്യാമറകൾ ഇല്ലാതിരുന്നതിനാൽ അന്വേഷണത്തിൽ അല്പം തടസ്സം നേരിട്ടു. എന്നിരുന്നാലും വീടിനെയും പരിസരത്തെയും കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആരെങ്കിലും ആകാം മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് നേരത്തെ തന്നെ കരുതിയിരുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക പോലീസ് സംഘത്തെ രൂപീകരിച്ചാണ് പ്രതികൾക്കായുള്ള അന്വേഷണം നടത്തി വന്നിരുന്നത്. പിന്നാലെയാണ് തിരുനെൽവേലിയിൽ നിന്നും ഇസൈഖ്, ഗണേഷ് എന്നിവരെ പോലീസ് പിടികൂടുന്നത്. പ്രതികൾ ഉപയോഗിച്ചിരുന്ന വാഹനം കേന്ദ്രീകരിച്ചുകൂടി നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായത്. ഇവർ ഉപയോഗിച്ച വാഹനത്തിന്റെ നമ്പറുകൾ വ്യാജമായിരുന്നു. അതിനുള്ള തെളിവുകൾ ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്നും പോലീസ് കണ്ടെത്തി. മോഷ്ടാക്കൾ സ്വർണ്ണാഭരണങ്ങൾ അല്ലാതെ മറ്റ് സാധനങ്ങളൊന്നും കൊണ്ടുപോയിരുന്നില്ല. സി മലയാളം ന്യൂസ്, പത്തനംതിട്ട. പാലക്കാട് തണ്ണിമത്തനുകൾക്കിടയിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച വൻ സ്ഫോടക ശേഖരം പിടികൂടിയിട്ടുണ്ട്. വാളയാർ വടക്കാഞ്ചേരി ദേശീയപാതയിൽ പോലീസിനെ കണ്ട് നിർത്താതെ പോയ പിക്കപ്പ് വാൻ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ഡ്രൈവർ തമിഴ്നാട് സ്വദേശി സെന്തിൽകുമാറിനെ പിടികൂടിയിട്ടുണ്ട്. നൂറിലേറെ പെട്ടികളിലായി 18,000-ഓളം ജലാറ്റിൻ സ്റ്റിക്കുകളും 1,000-ഓളം ഡിറ്റനേറ്ററുകളുമാണ് പിടിച്ചെടുത്തത്. പിക്കപ്പ് വാനിൽ തണ്ണിമത്തനുകൾക്കിടയിലാണ് ഇവ ഒളിപ്പിച്ചിരുന്നത്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം യാക്കരയിലെ സർവീസ് റോഡിൽ പരിശോധനയ്ക്കിടെ പോലീസ് കൈകാണിച്ചപ്പോൾ വാഹനം നിർത്താതെ പോയി. പോലീസ് പിന്തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് സ്ഫോടക ശേഖരം കണ്ടെത്തിയത്. ക്വാറികളിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളാണെന്നാണ് പോലീസ് പറയുന്നത്. തമിഴ്നാട്ടിലെ ധാരാപുരം തുപ്പൂരിൽ നിന്ന് തൃശൂരിലേക്ക് കൊണ്ടുപോകുകയായിരുന്നുവെന്ന് ഡ്രൈവർ സെന്തിൽകുമാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിശദവിവരങ്ങൾക്കായി ഡ്രൈവറെ ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷം മാത്രം തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 40,000-ലേറെ ജലാറ്റിൻ സ്റ്റിക്കുകളും 1,000-ലേറെ ഡിറ്റനേറ്ററുകളും പാലക്കാട്, കോയമ്പത്തൂർ പോലീസ് പിടിച്ചെടുത്തിരുന്നു. സി മലയാളം ന്യൂസ്, പാലക്കാട്. ബാലപാഠങ്ങൾ പഠിക്കേണ്ട സമയത്ത് വൈരാഗ്യബുദ്ധിയും ആക്രമണ മനോഭാവവും കൊണ്ട് നടക്കുന്ന ഒരു യുവതലമുറയുടെ നിരവധി ഉദാഹരണങ്ങൾ ഇന്ന് നമുക്ക് മുന്നിലുണ്ട്. വിദ്യാർത്ഥി സംഘർഷങ്ങളിൽ നിയമം പറയുന്നതെന്ത് നോക്കാം. ക്രൈം വാച്ചിലെ പ്രത്യേക സെഗ്മെന്റ് ജൂറിസ്. ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ തമ്മിലുള്ള നിസ്സാര വാക്കുതർക്കങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പിന്നീട് അവർ തമ്മിലുള്ള വലിയ ശത്രുതയിലേക്കും കൂട്ടം ചേർന്നുള്ള ആക്രമണങ്ങളിലേക്കും വഴിതിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്താണ്? ഒരുപക്ഷെ ലഹരി ആയിരിക്കാം, വിദ്യാർത്ഥികൾക്കിടയിലുള്ള അമിതമായ ലഹരി ഉപയോഗങ്ങളായിരിക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിയമപരമായിട്ടുള്ള ഇതിനൊക്കെ ശിക്ഷയുണ്ട് എന്നുള്ളൊരു ബോധ്യമില്ലാത്തതായിരിക്കാം.
രണ്ടായാലും രണ്ടും അടിയന്തരമായി തടുക്കേണ്ടതാണ്. ലഹരി വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗങ്ങൾ വിദ്യാർത്ഥികളെ ചെന്നെത്തിക്കുന്നത് വലിയ പടുകുഴിയിലേക്കാണ്. അതുപോലെ തന്നെ നിയമപരമായി ഒരു തരത്തിലും ശിക്ഷിക്കപ്പെടില്ല എന്നൊരു ധാരണ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്കുണ്ടെങ്കിൽ, വിദ്യാർത്ഥി ആയതുകൊണ്ട് നിയമം എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ള ധാരണ ഏതെങ്കിലും വിദ്യാർത്ഥിക്കുണ്ടെങ്കിൽ അതൊരു വളരെ തെറ്റായ ബോധ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം മുതിർന്നവരായ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. കാരണം വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട എല്ലാ തരത്തിലുള്ള പരിരക്ഷയും നിയമം നൽകുന്നുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള എല്ലാ തരത്തിലുള്ള പരിരക്ഷയും എല്ലാ കാര്യങ്ങൾക്കും വിദ്യാർത്ഥികൾക്ക് നിയമം നൽകുന്നുണ്ട്. എന്നതിനർത്ഥം ഒരു വിദ്യാർത്ഥി ഒരു കുറ്റം ചെയ്യുമ്പോൾ, 18 വയസ്സിന് താഴെയുള്ള ഒരു വിദ്യാർത്ഥി ഒരു കുറ്റം ചെയ്യുമ്പോൾ അത് കുറ്റകൃത്യമാവുന്നില്ല എന്നല്ല. അത് കുറ്റകൃത്യമായി തന്നെ അത് സാധാരണ അഡൽറ്റിൽ നിന്നും മാറി വിദ്യാർത്ഥിയെ പരിഗണിക്കേണ്ട രീതിയിലേക്ക് പരിഗണിച്ച് കോടതി നടപടികൾ ആ വിദ്യാർത്ഥി നേരിടേണ്ട ഒരവസ്ഥയിലേക്ക് തന്നെയാണ് നാളെ ആ വിദ്യാർത്ഥി എത്തിച്ചേരുന്നത്. ഒരു വിദ്യാർത്ഥി ഒരു കേസിൽ പെടുമ്പോൾ, ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ, അത് കേസായി രജിസ്റ്റർ ചെയ്യുമ്പോൾ പിന്നീടുള്ള 3, 4, 5, 6 വർഷങ്ങൾ ആ വിദ്യാർത്ഥി അനുഭവിക്കേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ ചെറുതായിരിക്കില്ല. കോടതി നടപടികൾ നേരിടേണ്ട ഒരു വിദ്യാർത്ഥി ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കോടതിയിൽ ഹാജരാവേണ്ടത് സ്വന്തം രക്ഷിതാവിനൊപ്പമായിരിക്കണം. അപ്പോൾ വിദ്യാർത്ഥി മാത്രമല്ല, കുറ്റകൃത്യം ചെയ്യുന്ന ആ വ്യക്തി മാത്രമല്ല ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുഭവിക്കപ്പെടുന്നത്, അവരുടെ വീട്ടുകാർ മൊത്തമാണ്. പിന്നെ 18 വയസ്സിനൊക്കെ ആ സമയത്തൊക്കെ പോയി ഒരു കേസിൽ പെട്ടുകഴിഞ്ഞാൽ ഈ പറയുന്ന ഏറ്റവും ഫ്രൂട്ടിഫുള്ളായി ജീവിതം പടുത്തുയർത്താൻ വേണ്ടി ഏറ്റവും ഫ്രൂട്ടിഫുള്ളായി ഉപയോഗിക്കേണ്ട ആ വർഷങ്ങൾ മുഴുവൻ കോടതി കയറി ഇറങ്ങി ആ കുട്ടിക്കുണ്ടാവുന്ന മാനസിക പ്രശ്നങ്ങൾ ചെറുതായിരിക്കില്ല. പിന്നീട് ഒരു പക്ഷേ ജീവിതം തിരിച്ചു പിടിക്കാൻ, ഒരു പക്ഷേ ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ, ഹീറോയിക് പരിവേഷം നൽകാനൊക്കെ വേണ്ടി ചെയ്തിട്ടുള്ള കാണിച്ചു കൂട്ടിയിട്ടുള്ള പ്രഹസനങ്ങൾ പിന്നീട് ഒരിക്കലും നമ്മളെ സഹായിക്കില്ല. ഒന്ന് കൈപിടിച്ച് ഉയർത്താൻ ഈ പറയുന്ന ഒരു തരത്തിലുള്ള ലൈക്കുകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസുകളും നമ്മളെ സഹായിക്കില്ല. ഒരു വിദ്യാർത്ഥി കുറ്റം ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, അത് കുറ്റം തന്നെയാണ്. അത് വിദ്യാർത്ഥിയുടെ രീതിയിലേക്കുള്ള, അതൊരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിലുള്ള എല്ലാ പരിഗണനയും നൽകിക്കൊണ്ട് മാത്രം പരിഗണിക്കപ്പെടും, വിചാരണ ചെയ്യപ്പെടും എന്ന് മാത്രമേ വ്യത്യസ്തമായിരിക്കുന്നുള്ളൂ. അത് കുറ്റമായി തന്നെ പരിഗണിക്കപ്പെടും. അതിനുള്ള യഥാർത്ഥ ശിക്ഷ തന്നെ ആ വിദ്യാർത്ഥിക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ വിദ്യാർത്ഥിയുടെ ജീവിതം ഒരുപക്ഷെ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് തന്നെ ചെന്ന് എത്തുകയും ചെയ്യും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.